പ്രിയ കൂട്ടുകാരെ, അക്ഷരവീട് എന്ന മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാടി വീട്ടാത്ത കടങ്ങൾ എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഈ പാഠഭാഗത്ത് ചിത്രത്തിലിരിക്കുന്നത് ആരാണെന്ന് അറിയാമോ? അറിയാലേ? അദ്ദേഹത്തെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ലോകപ്രശസ്തനായ പാട്ടുകാരൻ യേശുദാസ്. ഗാനഗന്ധർവൻ എന്ന് വിശേഷിപ്പിക്കുന്ന യേശുദാസിൻ്റെ ചിത്രമാണ് പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. സംഗീത ലോകത്ത് പുതുയുഗ പിറവിക്ക് തുടക്കം കുറിച്ച യേശുദാസ് എന്ന ഗായകനെ അഭിമുഖത്തിലൂടെ വെളിപ്പെടുത്തുന്നതാണ് പാഠം. ഒട്ടേറെ കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും അതിജീവിച്ചാണ് ഇന്ന് കാണുന്ന യേശുദാസ് എന്ന ഗായകൻ രൂപപ്പെട്ടത് എന്ന് 2023 നവംബർ 14 അനീഷ് നായർ നടത്തിയ അഭിമുഖത്തിൽ നിന്ന് വ്യക്തമാകും. ആദ്യ ഗാനം പാടാൻ ഇടയായ സാഹചര്യവും അനുഭവങ്ങളും അദ്ദേഹം ഇതിൽ വിവരിക്കുന്നുണ്ട്. സംഗീതരംഗത്ത് തനിക്ക് താങ്ങും തണലുമായവരെ അദ്ദേഹം നന്ദിയോടും കടപ്പാടോടും കൂടി അനുസ്മരിക്കുന്നു. തുടക്കക്കാർ കലാരംഗത്തേക്ക് വരുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അവരെ കൈപിടിച്ച് കയറ്റിവിടാൻ എത്തിയവരെക്കുറിച്ചും യേശുദാസ് ഇവിടെ ഓർത്തെടുക്കുന്നു. MP ശ്രീനിവാസൻ, അഭയദേവ്, ദക്ഷിണാമൂർത്തി മുതലായ അക്കാലത്തെ പ്രഗത്ഭരാണ് അവരിൽ പ്രധാനികൾ. അതേസമയം സാധാരണക്കാരായ ഫോർട്ട് കൊച്ചിയിലെ തങ്ങളെയും ടാക്സി ഡ്രൈവറായ മത്തായിയെയും അതേ വൈകാരിക തീവ്രതയോടെ യേശുദാസ് ഓർമ്മിക്കുന്നുണ്ട്. ചില നഷ്ടപ്പെടലുകൾ പിന്നീട് വരാനുള്ള വലിയ നേട്ടങ്ങളുടെ സൂചനയാണെന്നും പറയാതെ പറയുന്നുണ്ട് ഈ അഭിമുഖത്തിൽ. വേലുത്തമ്പി ദളവ എന്ന സിനിമയിൽ യേശുദാസ് പാടിയ പുഷ്പാഞ്ജലികൾ എന്ന ടൈറ്റിൽ ഗാനമാണ് ആദ്യം തിയേറ്ററിൽ എത്തിയെങ്കിലും അതിൽ ഗായകരുടെ കൂട്ടത്തിൽ യേശുദാസിൻ്റെ പേരുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ആദ്യ ഗാനം പാടാനായി മദ്രാസിലെത്തി റെക്കോർഡിംഗ് തീരുമാനിച്ച ദിവസം പനി പിടിപെട്ടതിനാൽ പാടാൻ പറ്റാത്ത അവസരം നഷ്ടപ്പെട്ടതിൽ തളർന്നിരിക്കുമ്പോഴാണ് സംഗീത സംവിധായകൻ MP ശ്രീനിവാസന് ശ്രീനാരായണ ഗുരുവിൻ്റെ വരികൾ പാടിക്കുന്നത്. അത് പിന്നീട് സംഗീത ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയായിരുന്നു. ആദ്യം ലഭിച്ച അവസരങ്ങൾ വേണ്ടത്ര ഉപയോഗിക്കാൻ സാധിച്ചില്ലെങ്കിലും അർഹതയുണ്ടെങ്കിൽ ആദരിക്കപ്പെടും എന്നതിൻ്റെ തെളിവ് കൂടിയാണ് യേശുദാസിൻ്റെ ജീവിതം. അതുപോലെ ഏറ്റവും നിർണായകമായ ജീവിതഘട്ടങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോൾ എത്തിയ സഹായങ്ങളാണ് ജീവിതത്തിൽ പണത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് ശരിയായ ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടാക്കിക്കൊടുത്തതെന്ന് പാഠം വ്യക്തമാക്കുന്നു. അച്ഛൻ്റെ മരണസമയത്ത് ആശുപത്രി ബില്ലടയ്ക്കാൻ പണം നൽകിയ P. ഭാസ്കരൻ മാഷും പാടാൻ പോകുമ്പോൾ യാത്രാ ചെലവ് നൽകിയ മത്തായിയുമാണ് ആ ബോധ്യം നൽകിയവർ. ഒരിക്കലും വീട്ടിൽ തീർക്കാൻ പറ്റാത്ത വലിയ കടവും കടപ്പാടുമാണെന്ന് പറഞ്ഞ് യേശുദാസ് ഈ രണ്ട് കാര്യങ്ങളെ വിശേഷിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഈ പാഠഭാഗത്തിന് പാടി വീട്ടാത്ത കടങ്ങൾ എന്ന പേര് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അനുബന്ധ വാക്യം വായിക്കാം. അണിയറയിൽ നിന്ന് അരങ്ങിലേക്കുള്ള ദൂരം ചെറുതാണോ? അതൊരു യാത്രയാണ്. കലയെ അരങ്ങിലെത്തിക്കുന്ന കലാകാരൻ്റെ ജീവിതയാത്ര. യേശുദാസിൻ്റെ ജീവിതയാത്രയെക്കുറിച്ചാണ് ഈ പാഠഭാഗത്ത് വിവരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു അനുബന്ധം കൊടുത്തിരിക്കുന്നത്. ഈ പാഠഭാഗം വായിച്ചു നോക്കാം. ശ്രീനാരായണ ഗുരുവിൻ്റെ വരികളാണ് ചലച്ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആദ്യം ആലപിച്ചത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ആ വരികളുടെ സത്ത പിന്നീട് ഗായകൻ ജീവിത ദർശനമാക്കി. രാമൻ നമ്പിയത്ത് നിർമ്മിച്ച് KS ആൻ്റണി സംവിധാനം ചെയ്ത കാൽപ്പാടുകൾക്ക് വേണ്ടി സംഗീതമൊരുക്കി യേശുദാസിനെ ആദ്യം പാടിച്ചത് MP ശ്രീനിവാസനാണ്. പിന്നീട് സംഭവിച്ചത് ഇന്ത്യൻ സംഗീതത്തിലെ തന്നെ പുതുയുഗ പിറവി. ഈ പ്രായത്തിലും പകരക്കാരനില്ലാത്ത സംഗീതദാസനായി പഠന തിരക്കിലാണ് യേശുദാസ്. ആദ്യ പാട്ടിൻ്റെ ഓർമ്മകളിൽ യേശുദാസ് നൽകിയ അഭിമുഖമാണിത്. ചോദ്യം: ആദ്യം ആലപിച്ച ഗാനം സിനിമയിൽ കേട്ടപ്പോഴുള്ള അനുഭവം എന്തായിരുന്നു?
റെക്കോർഡിംഗ് കഴിഞ്ഞ് സംഗീത സംവിധായകനായ MP ശ്രീനിവാസൻ സാർ സ്റ്റുഡിയോയിലെ സ്പീക്കറിൽ തന്നെ അത് കേൾപ്പിച്ചു തന്നിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞാണ് അതേ സിനിമയിലെ അറ്റൻഷൻ പെണ്ണേ എന്ന ഗാനം ശാന്ത P നായർക്കൊപ്പം പാടിയത്. പക്ഷേ ആ സിനിമ ഇറങ്ങാൻ 1 വർഷത്തോളം വൈകി. അതിനിടെ വേലുത്തമ്പി ദളവയിൽ പാടാൻ അവസരം ലഭിച്ചു. എൻ്റെ അപ്പച്ചൻ്റെ അടുത്ത സുഹൃത്തുക്കളായ അഭയദേവ് സാറും ദക്ഷിണാമൂർത്തി സ്വാമിയും ചേർന്നാണ് അതിലെ പാട്ടുകൾ ചെയ്തത്. ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് റീറെക്കോർഡിംഗ് സമയത്താണ് ഞാൻ പാടുന്ന ടൈറ്റിൽ സോങ് ഉൾപ്പെടുത്താൻ തീരുമാനമായത്. കാൽപ്പാടുകൾക്ക് മുമ്പേ തിയേറ്ററുകളിൽ എത്തിയത് വേലുത്തമ്പി ദളവയായതിനാൽ പുഷ്പാഞ്ജലികൾ എന്ന് തുടങ്ങുന്ന ടൈറ്റിൽ സോങ്ങാണ് എൻ്റെ ശബ്ദത്തിൽ അപ്പച്ചനടക്കം എല്ലാവരും ആദ്യം കേട്ടത്. പക്ഷേ വൈകി ഉൾപ്പെടുത്തിയ ഗാനമായതിനാലാവണം ടൈറ്റിലിൽ ഗായകരുടെ കൂട്ടത്തിൽ എൻ്റെ പേരുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ ചെന്നൈയിൽ ആയിരുന്നതിനാൽ തിയേറ്ററിൽ പോയി സിനിമയൊന്നും കാണാനുമായില്ല. ആദ്യം പാടിയ വരികളുടെ റെക്കോർഡിംഗ് ഇപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നും അറിയില്ല. ചോദ്യം: തുടക്കകാലത്ത് നിലനിൽപ്പ് ഒരു പ്രശ്നമായിരുന്നോ? കഷ്ടപ്പെട്ടും പട്ടിണി കിടന്നുമൊക്കെയായിരുന്നു പഠനം. അപ്പച്ചന് വളരെ അടുപ്പമുള്ളവർ സിനിമയിലുണ്ടായിരുന്നെങ്കിലും ഒരിക്കലും എനിക്ക് വേണ്ടി ശുപാർശ ചെയ്തില്ല. ആദ്യ പാട്ട് പാടാനായി ഞാൻ മദ്രാസിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ അദ്ദേഹം സുഖമില്ലാതെ കിടപ്പിലായിരുന്നു. വരുമാനമൊന്നുമില്ല, ഒപ്പം വരാനും കഴിയില്ല. എന്നെ ഒറ്റയ്ക്ക് വിടാൻ അമ്മച്ചിക്കും സങ്കടമായിരുന്നു. ടിക്കറ്റ് എടുക്കാൻ പോലും പണമില്ലാതെയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഫോർട്ട് കൊച്ചിയിലെ കൂട്ടുകാരനായ തങ്ങളാണ് എല്ലാറ്റിനും തുണയായി ഉണ്ടായിരുന്നത്. തങ്ങളുടെ ബാപ്പ തൈക്കാവ് തങ്ങളും തൻ്റെ അപ്പച്ചനും അടുത്ത കൂട്ടുകാരായിരുന്നു. പള്ളുരുത്തിയിലെ ടാക്സി ഡ്രൈവർ മത്തായിയുടെ കാറുമായി വന്നാണ് തങ്ങൾ എന്നെ വില്ലിംഗ്ടൺ ഐലൻഡിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. കയ്യിൽ ഒരു കാശുമില്ലാത്ത കാര്യം കാറിലിരുന്ന് തങ്ങളോട് പറഞ്ഞു. സങ്കടപ്പെടുമ്പോൾ എന്താ പിറുപിറുക്കുന്നതെന്നായി മത്തായി ചേട്ടൻ. കാര്യം പറഞ്ഞപ്പോൾ ഇനി അതും ഞാൻ തരണോ എന്നായി. പരുക്കൻ ചോദ്യം. പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ എനിക്ക് അദ്ദേഹം പോക്കറ്റിൽ നിന്ന് 16 രൂപ ഒരു മടിയും കൂടാതെ എടുത്തു തന്നു. തിരിച്ചു കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ലാതെ, ഒന്നും പ്രതീക്ഷിക്കാതെയാണ് അദ്ദേഹം അത് തന്നത്. 11 രൂപയായിരുന്നു ടിക്കറ്റിനെന്നാണ് ഓർമ്മ. എന്തെങ്കിലും കഴിച്ചോ എന്ന് പോലും ഓർമ്മയില്ല. മനസ്സിൽ നിറയെ പാടാൻ പോകുന്ന പാട്ടായിരുന്നു. ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ ചടഞ്ഞുകൂടി. മദ്രാസ് വരെ ഒറ്റയ്ക്കുള്ള യാത്ര എന്നെ അവശനാക്കിയിരുന്നു. മൈലാപ്പൂരിൽ ഒരു അമ്മാവൻ്റെ വീട്ടിലായിരുന്നു താമസം. അവിടെ എത്തിയ ഉടൻ പനി പിടിപെട്ടതോടെ തീരുമാനിച്ചിരുന്ന ദിവസം പാടാൻ പോകാനായില്ല. കാണുമ്പോൾ ഞാനൊരു കാരിരുമ്പ് എന്നൊരു പാട്ടാണ് എനിക്കായി നിശ്ചയിച്ചിരുന്നത്. അവസരം നഷ്ടപ്പെട്ടതോടെ പിന്നെ അലച്ചിലിൻ്റെ ദിവസങ്ങൾ. ഒടുവിൽ എന്നെ വെറുതെ മടക്കി അയക്കുന്നതിൽ സങ്കടം തോന്നിയാണ് സംഗീത സംവിധായകൻ MP ശ്രീനിവാസൻ സാർ 4 വരി പാടിച്ചത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആ വരികൾ അതുവരെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. വേഗം തന്നെ പഠിച്ച് പാടാനായി. റെക്കോർഡിംഗ് കഴിഞ്ഞ് എങ്ങനെയുണ്ടെന്ന് MBS തിരക്കിയപ്പോൾ സൗണ്ട് എഞ്ചിനീയറായ കോടീശ്വര റാവു പറഞ്ഞത് 10 വർഷം കഴിഞ്ഞ് പറയാം എന്നായിരുന്നു. അപ്പച്ചൻ മരിച്ച സമയത്ത് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം വിട്ടുകിട്ടാൻ ബില്ലടയ്ക്കാനായി പണമില്ലാതെ ഓടിയപ്പോൾ 800 രൂപ തന്ന് സഹായിച്ചത് P ഭാസ്കരൻ മാഷാണ്. മത്തായി 16 രൂപ തന്ന പോലെ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് മാഷും ആ പണം തന്നത്. ആ 2 കടങ്ങളും ജീവിതത്തിലെ വലിയ കടപ്പാടുകളാണ്. അപ്പച്ചൻ്റെ അനുഭവം പ്രതിഫലം കൃത്യമായി വാങ്ങണമെന്ന് എന്നെ പഠിപ്പിക്കുന്നതായിരുന്നു. സമ്പാദിച്ചതൊന്നും അനാവശ്യമായി ചെലവഴിച്ചിട്ടില്ല. പ്രതിഫലം വാങ്ങാതെ സ്ഥിരമായി പാടുന്ന സംഗീതവേദികളുമുണ്ട്. പാടുമ്പോൾ മനസ്സംതൃപ്തിയാണ് പ്രധാനം. അനീഷ് നായർ യേശുദാസുമായി നടത്തിയ അഭിമുഖമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇനി നമുക്ക് പഠന പ്രവർത്തനത്തിലേക്ക് കടക്കാം. പഠന പ്രവർത്തനത്തിൻ്റെ ഉത്തരമാതൃകകൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നതാണ്. എല്ലാവരും നോട്ടിലേക്ക് എഴുതിയെടുക്കണം. താങ്ക് യു.